ഒരു ആരോപണം ഉയരുമ്പോൾ അത് നിങ്ങൾ അറിയേണ്ടതില്ല എന്ന് പറയുമ്പോൾ അത് ജലീലിനോടുള്ള മറുപടി മാത്രമല്ല, ജനങ്ങളോടുള്ള മറുപടിയും കൂടിയാണ്. ജനങ്ങളോട് നിങ്ങൾ അത് അറിയേണ്ട എന്നാണോ പി.കെ. ഫിറോസ് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. ദുബായിലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ പറയുന്ന 5,50,000 എന്നുള്ള സാലറി എന്നുള്ളത് ജലീൽ പറയുന്ന ആരോപണമാണ്. അത്രയ്ക്കൊന്നും എംപ്ലോയ്മെന്റ് കാർഡിലുണ്ട്. അദ്ദേഹത്തിന് അത്രയില്ലാന്ന് അദ്ദേഹം പറയുന്നു. വിസ സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ സാലറി കൂട്ടി എഴുതുന്ന ഒരു രീതി ഉണ്ട് എന്നുകൂടിയാണ് ലീഗിലെ ചില നേതാക്കൾ പറയുന്ന ഒരു ന്യായം. അതെനിക്കറിയില്ല, അവർ പറയുന്ന ന്യായമായിട്ടാണ്. ഫിറോസിൽ നിന്നും അതിലൊരു ന്യായം കേട്ടിട്ടില്ല. ഏതായാലും ഇതിപ്പോൾ വന്നിരിക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങളിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വൈരം അതിങ്ങനെ മൂർച്ഛിച്ചു വരുന്ന ഒരു പ്രതികരണമായിട്ടേ കാണുന്നുള്ളൂ. അതിലേക്ക് അപ്പുറത്തേക്ക് വളർന്നിട്ടില്ല. വളർന്നു കഴിഞ്ഞാൽ ആ രൂപത്തിൽ കാണാം. CPM പോലും ആ രൂപത്തിൽ അതിനെ ഏറ്റെടുത്തിട്ട് ഒരു സംശയം വെച്ചുകൊണ്ടാണ് അങ്ങനെയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതല്ലേ എന്നൊക്കെ മാറി നിന്ന് പറയുക മാത്രമേ CPM ചെയ്യുന്നുള്ളൂ. അങ്ങനെയല്ല എങ്കിൽ അന്വേഷിക്കട്ടെ എന്ന് പി.കെ. ഫിറോസ് പറയുന്നുണ്ട്. അന്വേഷണത്തിലേക്ക് പോകട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അന്വേഷണത്തിൽ പോകട്ടെ. ഇപ്പോൾ കത്വ ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ കോടതിയിൽ സ്റ്റേയിൽ നിൽക്കുകയാണ്, മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ അതിലും സത്യമില്ല, അതിൻ്റെ കാര്യങ്ങൾക്കും വ്യക്തത വരുത്താൻ താൻ തയ്യാറാണെന്ന് ഫിറോസ് പറയുന്നുണ്ട്. പലതവണ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ രണ്ട് രാഷ്ട്രീയ നേതാക്കളുള്ള വൈരം അത് ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. പക്ഷേ വ്യക്തത ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്.